പേടിച്ച് തന്നെയാ ജീവിച്ചിരുന്നത്. കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയാ. ശത്രുക്കൾ വല്ലാതെ കൂടുതലായിരുന്നു, വല്ലാത്ത പീഡനങ്ങളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുന്നതിന് വേണ്ടി വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും ശത്രുക്കൾ വന്ന് വലയം ചെയ്ത് നിന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഖുർആനിലെ ആയത്ത് ഓതി ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോ നബിയെ. ഇത് പ്രവാചകന് മാത്രം പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾക്കും കൂടെ പഠിക്കാനുള്ളതല്ലേ. ഈ ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം പ്രത്യേകതയുള്ളത് പ്രത്യേകമാക്കിയിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്കും കൂടെ പഠിക്കാൻ ആ അള്ളാഹ് ഇന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒറ്റ ഏറ് എന്നിട്ടിറങ്ങി കണ്ണിന്റെ മുന്നിൽ കൂടെ നടന്നുപോയി. ഈ ചരിത്രം വെറുതെ എഴുതി വെച്ചതാ? ഈ ചരിത്രം വെറുതെ എഴുതി വെച്ചതാ? ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമ്പോ ശത്രുക്കൾ മുകളിൽ നിൽക്കുക, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്തടിക്കാം. അപ്പോഴാ അബൂബക്കർ തങ്ങൾ പറയുന്ന, ആരാ അബൂബക്കർ? ലോകത്തുള്ള സർവ്വ മനുഷ്യന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചു. എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്തു വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറച്ചിട്ട് മുത്തുനബിയോട് ചോദിച്ചത്, നബിയെ, ഇവന്മാര് നമ്മളെ പിടിച്ചാ കൊല്ലൂലേ നബിയെ? ഇവന്മാരെന്നെ പിടിച്ചാ കൊല്ലൂലേ നബിയെ? മുത്തുനബി ഇരുന്ന് ചിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുക. എന്തേ നബിയെ? പൊന്നാര ചങ്ങാതി, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? പൗരത്വ ബില്ലും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണ കാക്കാമാരോട് ഞാൻ ചോദിക്കുക, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? എടാ, ഇന്ന് വരെ ഭൂരിപക്ഷം ജയിച്ച ഏതെങ്കിലും യുദ്ധമുണ്ടോ? ഇന്ന് വരെ ഭൂരിപക്ഷം ജയിച്ച ഏതെങ്കിലും ഒരു ചരിത്രമുണ്ടോ? ഇല്ല. ഇന്ന് ഇസ്ലാമിൽ നടന്ന ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു വയ്ക്കോ, നമ്മൾ കുറവായിരുന്നു. എന്നിട്ട് ആരാ ജയിച്ചേ? നമ്മൾ തന്നെ ജയിച്ചേ. ബദറിൽ എത്ര ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ ആയുധവും പിടിച്ചുകൊണ്ട് അള്ളാഹുബെ ബദറിന്റെ തലേ ദിവസം ഒട്ടകത്തിനെ ചുട്ട് കള്ളും കുടിച്ച് വ്യഭിചരിച്ച് ഡാൻസും കണ്ട് സുഖിച്ചുകൊണ്ടിരുന്നു. ഇപ്പുറത്തോ ഊരി പിടിച്ച വാളും ഒട്ടിയ വയറും. അള്ളാഹ് ഒരു നല്ല കുന്തം പോലും ഇല്ല, ഒരു നല്ല വസ്ത്രം പോലും ഇല്ല. 313 പാട്ടും പാടി തിരിച്ചു കയറി വന്ന ചരിത്രം വെറുതെയാ പറഞ്ഞേ? വെറുതെ ഇതൊക്കെ പറഞ്ഞെന്ന് അല്ല. ഇതൊക്കെ നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നു ചങ്ങാതി, ജനിച്ച ഒരു ദിവസം മരിക്കും. അത് എവിടെ വെച്ചാണെങ്കിലും നല്ലതുപോലെ പോകാൻ വേണ്ടി ജീവിക്കുക. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. ഇനി ഇവന്മാരൊക്കെ എന്തൊക്കെ ചെയ്താലും അന്തിമ വിജയം നമുക്ക് തന്നെയാ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദീനിനെ നിലനിർത്താൻ എനിക്കറിയാം. ആരൊക്കെടെ ഓന്തോടിയ എവിടെ വരെ ഓടാനാ? ഓന്തോടി എവിടെ വരെ ഓടും? ഇവന്മാർ ഓടട്ടെ, ഇപ്പൊ ഇവന്മാരുടെ സമയം, ഓടിക്കോട്ടെ, ഉയരട്ടെ. ഇവനൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ അള്ളാഹു ഇവന്മാർക്കൊക്കെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഇവന്മാർ വിചാരിക്കും ഞാൻ അള്ളാന്ന്. പണ്ടൊരുത്തൻ അങ്ങനെ വിചാരിച്ചതാണ്. ഇപ്പൊ ഇവരുടെ കയ്യിലാണ് ഭരണം മുഴുവനും, കോടതികളും സർവ്വതും അവരുടെ കയ്യിലാണ്. അവരിപ്പോ ഇങ്ങനെ പോട്ടെ, ഇപ്പൊ അവരുടെ സമയം, അവരാഘോഷിക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് വീഴുമ്പോ ആഘാതം വല്ലാത്തതാണ്. ഇവിടെ ഇതിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്ന പോലെ അല്ലല്ലോ 50 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴണേ. അല്ല ഇങ്ങനെ പന പോലെ വളർത്തും, ശത്രുവിനെ പല പോലെ വളർത്തും. എന്നിട്ട് വലിച്ചു വാരി തലകീഴായിട്ടൊരു അടിയടിക്കും. അള്ളാഹു അത് കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയണ, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് ചങ്ങാതി. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ ഉസ്താദ് അള്ളാഹ് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യണേ? അല്ലേ? 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്ന, ഏകദേശം 25 കോടി മുസ്ലിമീങ്ങൾ, ഏകദേശ കണക്കനുസരിച്ച് 27 കോടി മുസ്ലിമീങ്ങൾ. ഈ 27 കോടി മുസ്ലിമീങ്ങൾ, ബദരീങ്ങൾ 313 പേര് ദുആ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചു. നമ്മൾ 27 കോടി മുസ്ലിമീങ്ങൾ ദുആ ചെയ്തിട്ട് അള്ളാഹ് സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്തേ? ആരാ പറഞ്ഞ മുസ്ലിമാണെന്ന്? ആരാ പറഞ്ഞ? പൗരത്വ ബില്ലിനെ പേടിക്കണ നീ, നിന്റെ വിശ്വാസം തന്നെ ശരിയല്ലല്ലോ. ഈമാൻകാരി അറിയാത്ത നമ്മൾ നീ ആരാപ്പാ? ഈമാൻകാര്യം പോലും അറിയാത്ത നമ്മളവന് തലകുത്തി ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടാ? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, അള്ളാഹ് ആരെന്നറിയോ? 313 സഹാബത്തിന്റെ ചരിത്രം പോകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫീൽ. ആനയെ കുറിച്ച് പറയുന്ന സൂറത്ത്. ഖുർആൻ വല്ലാത്ത മനോഹരമാ. ആനയെ കുറിച്ച്, ഉറുമ്പിനെ കുറിച്ച്, അള്ളാഹുവെ തേനീച്ചയെ കുറിച്ച്. ഖുർആന്റെ പേരെങ്ങനെ? സൂറത്തുൽ ബക്കറ. പശു, ഗോമാതാവിനെ കുറിച്ചൊരു ഖുർആനിൽ തന്നെ ഒരു സൂറത്ത്. നിങ്ങൾ ആരേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, പശുവിനെ കുറിച്ച് സൂറത്തുൽ ബക്കറ, പശുവിനെ കുറിച്ചാ ഖുർആൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സൂറത്തിന്റെ പേര് തന്നെ അങ്ങനെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചോദിക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. അല്ലാഹുവേ, അബ്രഹത്തിന്റെ ആനപ്പട. നമ്മളിവിടെ കിടന്ന് തലകുത്തി കിടന്നിട്ട് കോടതിയുടെ വിധി നമുക്കാവണേന്ന്, കണ്ണ് തുറക്കണേ എന്ന് നമ്മൾ തുറന്നു. നമ്മുടെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല, പിന്നല്ലേ കോടതിയുടെ കണ്ണ് തുറക്കാം. ഇവിടെ എല്ലാം 22-ാം തീയതി ആറ്റം ബോംബ് പൊട്ടും. അല്ലാഹുവേ, ഇപ്പൊ ഇങ്ങെന്തോ മഞ്ഞ സെൽവ ഇറങ്ങണ പോലെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ച് ദുആ ചെയ്തല്ലേ നമ്മളൊക്കെ. ആദ്യം നിന്റെ കണ്ണ് തുറക്കും, പിന്നെ കോടതിയുടെ കണ്ണ് തുറക്കും.